സമ്മേളന നഗരിയിൽ നിന്നും ഷമ്മി പ്രഭാകർ കൂടിച്ചേരുകയാണ് തത്സമയ വിവരങ്ങൾ നൽകാൻ. ഷമ്മി, നവകേരളത്തിന്റെ മുന്നോട്ടുപോക്കിന് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ടാണ് സിപിഎമ്മിന്റെ കൊല്ലം സമ്മേളനം ഇപ്പോൾ ഏതാണ്ട് അവസാനിക്കുന്നത്. സമ്മേളനത്തിന്റെ സമഗ്ര ചിത്രം അതെങ്ങനെയാണ് ഷമ്മി പങ്കുവയ്ക്കാനാകുന്നത്? അസിത, 4 ദിവസം നീണ്ട CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുയോഗമാണ് അല്പം മുമ്പ് അവസാനിച്ചത്. CPIMന്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ സംസാരിച്ചു. ഒപ്പം തന്നെ KK ശൈലജ, CPIMന്റെ പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ KK ശൈലജയും സംസാരിച്ചു. വളരെ ആവേശകരമായിട്ടുള്ള ഒരു പൊതുയോഗവും പ്രകടനവുമാണ് നമുക്ക് കൊല്ലത്ത് കാണാൻ കഴിഞ്ഞത്. കൊല്ലത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കിക്കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ ഈ നഗരത്തിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. റെഡ് വോളണ്ടിയർമാരുടെ 25,000 പേരടങ്ങുന്ന ഒരു പ്ലറ്റൂണാണ് ഇന്ന് ഈ പരേഡിൽ പങ്കെടുത്തത്. കൊല്ലം നഗരത്തിന്റെ 2 കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ഒരു പരേഡ് ആരംഭിച്ചത്. അത്യന്തം ആവേശകരമായിട്ടുള്ള ഒരു സാഹചര്യം, ആ ഒരു സമ്മേളനം, അത് നമ്മൾക്കിവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഈ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ണൂർ, കാസർഗോഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. പ്രകാശ് കാരാട്ടാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് സംസ്ഥാനത്തിനെതിരെയുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെക്കുറിച്ചാണ്. അതിനെ അതിജീവിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താനും അത് ചർച്ച ചെയ്യാനും ഈ CPIM സംസ്ഥാന സമ്മേളനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നവകേരളത്തിന് പുതുവഴികൾ എന്നുള്ള ആ രേഖ ചർച്ച ചെയ്തുകൊണ്ട് തന്നെ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിരോധം, ചെറുത്തുനിൽപ്പ്, ഈ നാട്ടിലെ ജനങ്ങളുടെ അതിജീവനം, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിന് CPIM നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത്. ഒപ്പം തന്നെ അതിജീവനത്തിൻ്റെ ഒരു മാർഗം നമ്മൾ കണ്ടെത്തണം. ഇപ്പോൾ ശരത്ചന്ദ്രൻ കൂടി ചേരുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഒരു രത്ന ചുരുക്കം, അപ്പം ഇന്ന് ഈ സമാപന സമ്മേളനത്തിൻ്റെ ആ ഒരു ആവേശം ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് അതിനെ വ്യക്തമാക്കുക? അതിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി അവസാനം സംസാരിച്ചപ്പോൾ വളരെ ശക്തമായി തന്നെ ഈ സംസ്ഥാന സമ്മേളനവും അവിടെ നടന്ന ചർച്ചയും അത് എങ്ങനെയാണ് ഭാവി കേരളത്തെ കരുത്തുറ്റതാക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. കേരളത്തിൻ്റെതായ കരുത്തുണ്ട്. കേരളം അങ്ങനെ അതിസമ്പന്നമായ നാടല്ല. പക്ഷേ ഒരുപാട് ആളുകളിൽ സമൂഹത്തിൽ പലയിടങ്ങളിലും ആ നിലയിൽ ശേഷിയുള്ളവരുണ്ട്. അവരെയൊക്കെ യഥാർത്ഥത്തിൽ നാടിനു വേണ്ടി അവർക്ക് കൂടി അത് തികഞ്ഞ ബോധ്യമുണ്ടാവണം. ആ നിലയിൽ ആ ബോധ്യത്തോടെ അവരുടെ അടക്കം സഹായത്തോടെ അവരുടെ ആ സമ്പത്തടക്കം നാടിനു വേണ്ടി വിനിയോഗിക്കും വിധത്തിലേക്കുള്ള ഒരു ശരിയായ ധാരണയ്ക്ക് ഈ സമ്മേളനം രൂപം കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, ഇന്നത്തെ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ രൂപം കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ മാധ്യമങ്ങളൊക്കെ പല രൂപത്തിൽ വക്രീകരിക്കാൻ ശ്രമിച്ചതിനെ കുറച്ചൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അതുമാത്രമല്ല, ഈ ഇന്നത്തെ കേരളം അതിൻ്റെ ഓരോ ഘട്ടത്തെയും ചൂണ്ടിക്കാട്ടി. ഉദാഹരണത്തിന് വയനാട് ദുരന്തം, അല്ലെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, അതിൻ്റെ സാഹചര്യം, അതിൽ കേന്ദ്രം കേരളത്തോട് കാട്ടിയത്, അതുപോലെ മറ്റ് ധനപ്രതിസന്ധികൾ സൃഷ്ടിച്ചു വരുന്നത്, ഇത് ഓരോന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മനു, അപ്പോൾ ഇത് ഓരോന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിനെയൊക്കെ അതിജീവിച്ച കേരളം, ഇതിനെതിരായി മൂവ് ചെയ്ത ഒരു മൂവ്മെൻറ്റ് കേരളം രൂപീകരിച്ചത്, ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മൾ അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ വലിയ വികസനത്തിലേക്ക്, രാജ്കുമാർ, വികസന മേഖലയിലേക്ക് ഒക്കെ നമ്മൾ മാറിയതും കടന്നു വന്നതും, അങ്ങനെ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വളരെ മികവോടെ മുന്നോട്ട് കൊണ്ടുപോയതും ഒക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ പ്രധാനമായും മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സമ്മേളനം പാർട്ടിയുടെ വളർച്ച വളരെ ഗൗരവമായി പരിശോധിച്ചു എന്ന വളരെ സുപ്രധാനമായ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ നവകേരളം എന്നുള്ള ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള പുതിയ ആ സാഹചര്യത്തിൽ നിന്ന് കൂടുതൽ വിജ്ഞാനാധിഷ്ഠിത ഒരു സമൂഹമായി മാറുക, കൂടുതൽ തൊഴിലവസരങ്ങൾ, മികച്ച തൊഴിലവസരങ്ങൾ നൽകും വിധത്തിലേക്ക് ഈ മൂലധന നിക്ഷേപത്തെ കൊണ്ടുവരും. പക്ഷേ ഒരു കാര്യം ഉറപ്പ് പറഞ്ഞാൽ അത് ഒരു കാരണവശാലും നാടിൻ്റെ താല്പര്യത്തിന് വിഘാതമായിരിക്കില്ല. നമ്മുടെ തന്നെ മലയാളികൾ അങ്ങനെ തന്നെ തികഞ്ഞ സമ്പന്നരായി തന്നെ, അല്ലെങ്കിൽ സമ്പത്തുള്ളവരായി പ്രവാസികളുടെ ഒരു മികവിനെ കേരളം കഞ്ഞുകുടിച്ച് കിടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പ്രവാസികളുടെ ആ ഒരു മികവ്, അപ്പോൾ മൂലധന നിക്ഷേപം എന്ന് മുഖ്യമന്ത്രിയും CPIM വിഭാവനം ചെയ്യുന്നത് തന്നെ കേരളത്തിന് ഗുണകരമായ മൂലധനം എന്നുള്ളതാണ്, അല്ലാതെ ഏത് മൂലധനവും എന്നുള്ളതല്ല. നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ നിലയിൽ, കാരണം ഇത്തരം പ്രതിബന്ധങ്ങൾ ഇനിയും ഉണ്ടാകും കേരളത്തിന് നേരെ. കേന്ദ്ര സർക്കാരിൻ്റെ വലിയ തിരസ്കരണം ഉണ്ടാകും, വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിക്കും ഭാവിയിൽ. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കേരളമായി, കരുത്തുറ്റ കേരളമായി മാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ നിലയിൽ വളരെ സുപ്രധാനമായ 2 ഘട്ടങ്ങൾ, അതിലേക്ക് കേരളത്തെ വീണ്ടും കൊണ്ടുപോകാൻ കഴിയുന്ന രാഷ്ട്രീയമായി CPIMന്റെ രാഷ്ട്രീയവും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയവും മാറാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമത്തിലേക്ക് എല്ലാവരും മാറണം എന്നാണ് അദ്ദേഹം കേരളത്തിൻ്റെ വരാൻ പോകുന്ന രാഷ്ട്രീയത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു വെച്ചത്. നിക്ഷേപത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു പ്രത്യേകമായ ഒരു കാര്യമാണ്. സാധാരണ മറ്റ് വിദേശ
നമ്മളുടെ കയ്യിൽ സഹകരണ മേഖലയൊക്കെ എവിടെയാണ് നമ്മളുടെ ആൾക്കാരുടെ കയ്യിൽ ഈ ഉള്ള നിക്ഷേപം സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഒപ്പം തന്നെ ഈ നിക്ഷേപങ്ങൾ അവർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്ന തരത്തിൽ അത് റീപ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയണം. അവിടെ നമ്മുടെ ജനങ്ങളുടെ ഒരു വലിയ സഹായം വേണം എന്നുള്ള അതാണ് ഉദ്ദേശിക്കുന്നത്. പലർക്കും ബാങ്കുകളിലും മറ്റും ഇതുപോലെ നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ നിക്ഷേപത്തെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ട്രഷറിയിലേക്ക് മാറ്റാൻ കഴിയണം. ഒപ്പം തന്നെ അവർക്ക് അതിന്റെ റിട്ടേൺസ് ലഭ്യമാവുകയും ചെയ്യണം. അതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അതിൽ തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കുറിച്ച് നടത്തിയ വിമർശനം, ഇത്തരം ചർച്ച അവിടെ നടക്കുമ്പോൾ തന്നെ മാധ്യമങ്ങൾ ഏതൊക്കെ രൂപത്തിൽ അതിനെ സമീപിച്ചു എന്നുള്ളത് അതിനെക്കുറിച്ച് പറയാം. ഈ കുരുടൻ ആനയെ കണ്ടതുപോലെ തന്നെയായിരുന്നു നവകേരള വികസന രേഖയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ. കാരണം ഈ അധിക വിഭവ സമാഹരണം വന്നപ്പോൾ ഇവിടെ സെസ് ഈടാക്കാൻ പോകുന്നു, ഫീസ് ഈടാക്കാൻ പോകുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത്. പക്ഷേ സർക്കാർ ഉദ്ദേശിച്ച, മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എന്തായിരുന്നു? നമ്മുടെ ആളുകളുടെ കയ്യിൽ തന്നെ വലിയ തോതിൽ സമ്പത്തുണ്ട്, പല മനുഷ്യരുടെയും കൈകളിലുണ്ട്. അതിപ്പോൾ സ്വർണ്ണമായിക്കോട്ടെ, അതല്ലെങ്കിൽ പണമാകട്ടെ, മറ്റു തരത്തിലുള്ള നിക്ഷേപങ്ങളായിക്കോട്ടെ, ആ രീതിയിൽ അത് സർക്കാർ സംവിധാനങ്ങളിലേക്ക് മാറ്റിയാൽ അവർക്ക് കൂടി കൂടുതൽ വരുമാനം അവരുടെ കൈകളിലേക്ക് വരുന്ന രീതിയിൽ ആ നിക്ഷേപത്തെ സർക്കാരിന് ഉപയോഗിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ പക്ഷേ മാധ്യമങ്ങൾ നമ്മളോട് പറഞ്ഞ എന്താണ്? അമിതമായി ഫീസ് പിരിക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ സെസ് ഈടാക്കാൻ പോകുന്നു എന്നൊക്കെയായിരുന്നു. പക്ഷേ അതല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് CPM-നെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ഓർക്കുന്ന, കാരണം മുമ്പിൽ നിൽക്കുന്ന മനുഷ്യർ, സാധാരണ മനുഷ്യർ, നമ്മുടെ കർഷക തൊഴിലാളികൾ, പരമ്പരാഗത വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾ, അവരുടെ ഒരു വലിയ വിഭാഗമുള്ളപ്പോൾ അവരുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ആകെ കൈയൊഴിഞ്ഞു എന്ന് ഒറ്റ ദിവസം കൊണ്ടങ്ങ് എഴുതി പിടിപ്പിക്കുന്ന നിലയിലേക്ക് സാധാരണഗതിയിൽ ജനകീയ അടിത്തറ വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ്. പക്ഷേ ആ സർക്കാരിൻ്റെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ അവരുടെ സൈദ്ധാന്തിക അടിത്തറയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നയവ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് വലതുപക്ഷ മാധ്യമങ്ങൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചോദിച്ചത്, ചകഞ്ഞത്. അതെ, പാർട്ടി സെക്രട്ടറിയുടെ ആയാലും ഇന്ന് വാർത്താ സമ്മേളനത്തിലൊക്കെ ഉയർന്നു വന്ന ക്വസ്റ്റ്യൻ അതായിരുന്നു. സന്തോഷ് വളരെ സ്പെസിഫിക്കായി ഇനി റിപ്പോർട്ടായി പ്രേക്ഷകർക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു കാരാട്ടിന്റെ പ്രസംഗം, അതുപോലെ തന്നെ സന്തോഷിന്റെ റിപ്പോർട്ടായിട്ട് വരാൻ പോകുന്നത് റെഡ് വോളണ്ടിയർ മാർച്ച് ഇന്ന് കണ്ടത്, കൊല്ലം കണ്ടത്, ഇതൊക്കെ ആ ഒരു അനുഭവത്തിൽ നിന്ന് കൂടി വളരെ നമുക്ക് ഇന്ന് പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗം എന്ന് പറയുന്നത് വളരെ രാഷ്ട്രീയ പ്രസക്തമായിട്ടുള്ള ഒരു പ്രസംഗമാണ്. അദ്ദേഹം പ്രസംഗം പറഞ്ഞ് അവസാനിപ്പിച്ചത് കേരളത്തിലെ ചെങ്കൊടിയുടെ മുന്നേറ്റത്തെ ഒരു ശക്തിക്കും തടയാൻ കഴിയില്ല എന്ന് അടിവരയിടുന്ന സമ്മേളനമാണ് കൊല്ലത്ത് നടന്നത് എന്നുള്ളതാണ്. നവകേരളത്തിലേക്കുള്ള മുന്നേറ്റത്തെയും ആർക്കും തടയാൻ കഴിയില്ല എന്ന് അടിവരയിടുന്ന സമ്മേളനമായി കൊല്ലം സമ്മേളനം മാറിയെന്നാണ് പ്രകാശ് കാരാട്ട് സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മുന്നോട്ടു പോക്കിന് ദിശാബോധം നൽകിയ ഒരു സമ്മേളനമായി ഇത് മാറി. കേന്ദ്രത്തിനെതിരെയുള്ള ബദൽ നയങ്ങൾ നടപ്പാക്കുന്നതിന് കാര്യമായ ചർച്ചകളും രൂപരേഖയും തയ്യാറാക്കിയ ഒരു സമ്മേളനമായി മാറി എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ 24ാം പാർട്ടി കോൺഗ്രസ് കേന്ദ്രത്തിലെ ഹിന്ദുത്വ കോർപ്പറേറ്റ് ശക്തികൾക്കെതിരായ പുതിയ പോരാട്ടങ്ങൾക്ക് രൂപം നൽകുന്ന ഒരു പാർട്ടി കോൺഗ്രസ്സായി മാറും എന്നുള്ള കാര്യവും അദ്ദേഹം അടിവരയ്ക്ക് വ്യക്തമാക്കി. ഏതായാലും കേരളത്തിൻ്റെ ഈ നിലപാടുകളെ, കേരളത്തിൻ്റെ സമ്മേളനം ഏറ്റവും മനോഹരമായ രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ സംഘടനാശേഷി ഏറ്റവും പ്രകടമായ രീതിയിൽ അവസാനിച്ചതിനെ അഭിനന്ദിച്ചതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഈ മുന്നോട്ടുള്ള പോക്കിന്, അതിൻ്റെ പ്രയാണത്തിന് കരുത്ത് പകരുന്ന സമ്മേളനമായി മാറുന്നത് തന്നെയാണെന്നാണ് പ്രകാശ് കാരാട്ട് സൂചിപ്പിച്ചത്.